ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ക്യാമ്പയിന്റെ ഭാഗമായി റിപ്പോർട്ടർ ഇന്ന് പ്രധാനമായി ചർച്ച ചെയ്തത് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹതയാണ്. അമ്മുവിന്റെ മരണം കൊലപാതകമാകാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഡയറിയിൽ ഐ ക്വിറ്റ് എന്ന് എഴുതി വെച്ചത് ആത്മഹത്യക്കുറിപ്പാകാം എന്ന് തന്നെയാണ് നിഗമനം. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ലെന്നും CCTV ലഭിച്ചില്ലെന്നും പോലീസ് പറയുന്നു. കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത് അത് കൊലപാതകമാകാമെന്നതാണ്. ഐ ക്വിറ്റ് എന്ന് എഴുതി വെച്ചത് കൊണ്ട് മാത്രം ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ കഴിയില്ലോ. അത് ഏത് സമയത്ത് എഴുതിയതാണ് എന്നതിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? പോലീസിൽ നിലവിലുള്ള പോലീസിനുള്ള ഒരു പ്രാഥമിക നിഗമനം അതാണ് വിനീത. അതായത് ഒരു കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പകരം ആത്മഹത്യയെന്ന് പ്രാഥമികമായി ബോധ്യപ്പെടുന്ന രീതിയിലുള്ള തെളിവുകളാണ് നിലവിൽ പോലീസിന് കിട്ടിയത് എന്നാണ് പത്തനംതിട്ട പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് അമ്മു ഉപയോഗിക്കുന്ന നോട്ട്ബുക്കിൻ്റെ ഒരു ഭാഗത്ത് ഈ ഐ ക്വിറ്റ് എന്ന് എഴുതിയത് അത് ഇതിൻ്റെ ഒരു ആത്മഹത്യാ കുറിപ്പായി വിലയിരുത്താൻ കഴിയും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. മാത്രമല്ല, മറ്റ് തെളിവുകൾ കൂടി പരിശോധിച്ചപ്പോൾ ഒരുപാട് മൊഴികളെടുത്തു. മറ്റ് കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നൊന്നും ഒരു കൊലപാതകത്തിനുള്ള സാധ്യതയിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പ്രാഥമിക നിഗമനം ആത്മഹത്യയാണ് എന്നത് തന്നെയാണ്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പോലീസിൻ്റെ അന്വേഷണം ഒരു ഘട്ടത്തിലെത്തിയതേ ഉള്ളൂ. കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കുകയാണ്. മാത്രമല്ല, ഇനി ഈ ആത്മഹത്യ ഉണ്ടെങ്കിൽ തന്നെ, ഇത് ആത്മഹത്യയാണെങ്കിൽ തന്നെയും ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണെന്നും അതിൻ്റെ പ്രേരണ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലും പോലീസിന് ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇപ്പോൾ സഹപാഠികളിൽ നിന്നും അതുപോലെ തന്നെ കൂടെ താമസിക്കുന്നവരിൽ നിന്നും പ്രിൻസിപ്പളിൽ നിന്നും അതുപോലെ ഹോസ്റ്റലിൻ്റെ ചുമതലക്കാരിൽ നിന്നുമെല്ലാം പോലീസ് ഇതിനകം മൊഴിയെടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട് എന്ന വിശദീകരണമാണ് പോലീസിൽ നിന്ന് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കണ്ട CCTVയിൽ നിന്ന് അങ്ങനെ കുട്ടി വീഴുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ള വിശദീകരണം. വിനീത. ശരി, TV പ്രസാദ്. ഏതായാലും കുടുംബത്തിന്റെ ആരോപണങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അമ്മുവിന് അവരുടെ കുടുംബത്തിന് നീതി കിട്ടിയേ മതിയാകൂ. എന്താണ് മരണ കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമുക്ക്